സിന്ദൂരരേഖ ഭാഗം 96. അവള് അടുക്കളയിൽ എന്തോ ചെയ്യുക. ഇപ്പോൾ വരും. ആ എങ്കിൽ അമ്മ പോയി കിടക്കാൻ നോക്കിക്കോ. ഞാനെന്തായാലും അവളുടെ കൂടെ വന്നോളാം. അല്ല മനു, അമ്മ ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് എനിക്കറിയാം. ഈ പ്രശ്നം ഇങ്ങനെ മൗനം തുടർന്ന് കൂടുതൽ വലുതാക്കുന്നതിലും നല്ലത് എത്രയും വേഗം തന്നെ പറഞ്ഞു തീർക്കുന്നതാണ്. മനു പറഞ്ഞതും അമ്മ അവനെ ഒന്ന് ഗൗരവത്തിൽ നോക്കി. ഈ പ്രശ്നങ്ങളൊക്കെ നീയായിട്ട് തന്നെ വരുത്തി വെച്ചതല്ലേ. അതിന് നീ തന്നെ പരിഹാരം കണ്ടുപിടിക്കാൻ വേണം. പിന്നെ അമ്മാളുവിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം നിർബന്ധിച്ച് അവളെ കൊണ്ട് ചെയ്യിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവൾക്കിപ്പോൾ നിന്റെ മുറിയിലേക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ അവൾ എൻ്റെ കൂടെ തന്നെ കിടക്കും. അവൻ ഗൗരവത്തോടെ പറയുന്നത് കേട്ടതും അമ്മയും അതിനൊരു തീരുമാനം എന്നതുപോലെ അവനോട് തിരികെ പറഞ്ഞു. അമ്മ, ഞാൻ മുറിയിലേക്ക് പോവാണേ. മനു അമ്മയോട് നിൽക്കുന്നത് കണ്ടുവെങ്കിലും അവർ സംസാരിക്കുന്നത് കേട്ടുവെങ്കിലും അങ്ങനെ ഒരു കാര്യം കണ്ടതായും കേട്ടതായും പോലും ഭാവിക്കാതെ അവൾ അമ്മയോട് പറഞ്ഞുകൊണ്ട് നേരെ അമ്മയുടെ മുറിയിലേക്ക് നടക്കാൻ ഒരുങ്ങി. അമ്മു, അവൾ അങ്ങനെ പോകുന്നത് കണ്ടതും അവൻ വിളിച്ചപ്പോൾ തന്നെ അവൾ തിരിഞ്ഞവനെ ഒന്ന് നോക്കി. അമ്മയുടെ മുറിയിലേക്ക് നടന്നു പോവാമെങ്കിൽ ഇത്രയും നേരം അടുക്കളയിൽ നിന്ന് ഓരോ ജോലിയൊക്കെ ചെയ്യാമെങ്കിൽ നിനക്കത് നമ്മുടെ മുറിയിലേക്ക് വന്നാൽ എനിക്ക് താല്പര്യമില്ല. അവൻ ചോദിച്ചപ്പോൾ തന്നെ അവളുടെ മറുപടി തിരിച്ചെത്തി. വാട്ട്? എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? തൽക്കാലം മുകളിൽ വന്ന് മുറിയിൽ കിടക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇനി അങ്ങോട്ട് വരുന്നില്ല. അത് പറഞ്ഞുകൊണ്ട് അവൾ ജഗ്ഗിലിരുന്നിരുന്ന വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് നേരെ അമ്മയുടെ മുറിയിലേക്ക് നടന്നിരുന്നു. അമ്മ, എന്താ ഇത്? ഞാനെന്ത് ചെയ്യാനാണ്? ഇതിലെനിക്കൊന്നും പറയാനില്ല. നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിച്ചുമൊക്കെ കഴിഞ്ഞതാണ്. ഇനി എന്തായാലും അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവളും ചെയ്യട്ടെ. അതല്ലേ അതിൻ്റെ ഒരു ശരി. പിന്നെ ഇതിനിടയിൽ അഭിപ്രായം പറയാനോ നിങ്ങൾക്കിടയിൽ നിന്ന് മീഡിയേറ്ററായിട്ട് സംസാരിക്കാനോ ഞാനുമില്ല, ഉണ്ണിയുമില്ല. ഇനിയിപ്പോൾ എന്തായാലും ഉറക്കക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. മോൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അമ്മ കൂടി അങ്ങനെ പറഞ്ഞതും ഇനിയും അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനു നേരെ മുകളിലെ മുറിയിലേക്ക് നടന്നു. അമ്മ മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അമ്മാള് കട്ടിലിൽ തന്നെ ഇരുന്ന് എന്തോ കാര്യമായ ആലോചനയിലാണ്. അത് കണ്ടതും വാതിലടച്ചുകൊണ്ട് അമ്മ വന്ന് അവളുടെ അടുത്തേക്കിരുന്നു. ഞാൻ ചെയ്യുന്നത് കുറച്ച് കൂടി പോകുന്നുണ്ടോ അമ്മേ? നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല. എന്ത് കാരണം കൊണ്ടായാലും ഇത്രയും നാളൊക്കെ എന്നോട് സംസാരിക്കാതിരുന്നത് എനിക്കൊരിക്കലും സഹിക്കാനാവുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും മനഃപൂർവ്വം സംസാരിക്കാതിരിക്കുമ്പോൾ ഉള്ള വേദന മനുവേട്ടനും അറിയണം. അപ്പോൾ പിന്നെ ഇനിയും അത് ആലോചിച്ചിരിക്കാൻ നിൽക്കണ്ട. വെറുതെ ഉറക്കം കളയാൻ നിൽക്കണ്ട. കിടന്നുറങ്ങ്. അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് അമ്മ പറഞ്ഞതും അമ്മാള് പിന്നെയും വെറുതെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കാതെ നേരെ കട്ടിലിലേക്ക് കിടന്നിരുന്നു. ആകെ കലുഷിതമായിട്ടുള്ള മനസ്സുമായിട്ടായിരുന്നു മനു മുറിയിലേക്ക് വന്നത്. ഇവിടെ വന്ന് അവളെ കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പരിഹരിക്കാൻ കഴിയും എന്നൊരു വിശ്വാസം അവനുണ്ടായിരുന്നു. എങ്കിലും അവളെ താൻ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അവൻ ഈ നിമിഷങ്ങൾ കൊണ്ട് തന്നെ തിരിച്ചറിയുകയായിരുന്നു. തന്നെ കാണുമ്പോഴും താൻ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും ഒക്കെയുള്ള അവഗണന ഒന്നും അവന് താങ്ങാനായില്ല. പക്ഷേ അവൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും അവൻ ഇതൊക്കെ അവളോട് തിരികെ ചെയ്തിരുന്നപ്പോഴുള്ള അവളുടെ മനസ്സിനെക്കുറിച്ച് അപ്പോഴും അവന് ചിന്തിക്കാനാവുന്നില്ലായിരുന്നു. മുറിയിലേക്ക് വന്ന് കട്ടിലിൽ കിടന്നിട്ടും അവൻ ഉറക്കം വരുന്നുണ്ടായില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും വീണ്ടും അവളോ തന്നോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്നത് പോലും ചെയ്യുന്നില്ലല്ലോ എന്ന ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിൽ നിറയെ. രാവിലെ അമ്മാൾ ഉണരുമ്പോൾ അമ്മ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. ബാഗിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് അവൾ കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നത് ബ്ലൗസും പാവാടയും ഇട്ടിട്ടാണ്. കോളേജിൽ പോകുമ്പോൾ സാരിയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഡാൻസ് കോളേജ് ആയതുകൊണ്ട് തന്നെ സാരിയാണ് അവിടുത്തെ യൂണിഫോം. ബാത്റൂമിൽ നിന്ന് സാരി ഉടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൾ ബ്ലൗസും പാവാടയും ഇട്ടുകൊണ്ട് റൂമിലേക്ക് ഇറങ്ങി വന്നതാണ്. ഡോറ് പൂട്ടിയില്ലെങ്കിലും അടച്ചിട്ട് തന്നെയായിരുന്നു മുറിയിലേക്ക് കയറിയത്. ബാത്റൂമിലെ വാതിലൊന്ന് തുറന്ന് മുറിയുടെ വാതിൽ പൂട്ടിക്കിടക്കുകയല്ലേ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് പുറത്തേക്ക് അമ്മാളും ഇറങ്ങിയത്. കണ്ണാടിയുടെ മുന്നിൽ വന്ന് കഴുത്തിലൂടെ ഷോൾഡറിലേക്ക് ഇട്ടിരുന്ന ടവൽ അവൾ എടുത്ത് കസേരയിലേക്ക് ഇട്ടു. ശേഷം സാരി ഉടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് പ്ലീറ്റ്സ് എടുത്ത് അത് ഷോൾഡറിലേക്ക് ഇട്ടപ്പോഴാണ് അലമാരിയുടെ സൈഡിലായിട്ട് മനു നിൽക്കുന്നത് അമ്മാളു കാണുന്നത്. പെട്ടെന്ന് മുഖത്തൊരു ഭാവവ്യത്യാസം വന്നുവെങ്കിലും അമ്മാളു അവനെ കണ്ടതിലുള്ള ഞെട്ടലൊന്നും പ്രകടിപ്പിച്ചില്ല. അവനെ തെല്ലുപോലും മൈൻഡ് ചെയ്യാതെ അവൾ അവനെതിരായി നിന്ന് സാരിയുടെ ബാക്കി പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് അത് നന്നായി ഉടുത്തു. അമ്മു, ഞാൻ പറയട്ടെ, ഒന്ന് കേൾക്കുവോ? എനിക്കൊന്നും കേൾക്കാനില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇത് വലിയ കഷ്ടമാണല്ലോ. എങ്കിലും ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കണ്ട. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയ്. അല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടാതിരിക്കുന്നത് ഈ പ്രശ്നം വലുതാക്കേയുള്ളൂ. എനിക്ക് അങ്ങോട്ടും ഒന്നും പറയാനില്ല. പറയാനുണ്ടായപ്പോൾ ഒന്നും അത് കേൾക്കാൻ നിങ്ങൾ നിന്ന് തന്നിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് നിങ്ങളോടൊന്നും പറയണമെന്നില്ല. പിന്നെ നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണമെന്നുമില്ല.
തികച്ചും സ്വാഭാവികമായിട്ടും തീർത്തും പറയാനുള്ളതുപോലെയായിരുന്നു അവളുടെ ഓരോ മറുപടികളും. അതിനെതിരായിട്ട് ഒരു വാക്കുകൊണ്ട് പോലും അവളെ എതിർത്ത് പറയാൻ വേണ്ടിയിട്ട് അവൻ്റെ പക്കൽ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവനെന്നൊരാൾ അവിടെ ഉണ്ടെന്ന് പോലും ഗവനിക്കാത്ത രീതിയിൽ അവൾ സാരിയൊക്കെ ഉടുത്തു കഴിഞ്ഞ് മുടിയൊക്കെ തോർത്തഴിച്ച് കെട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അവളുടെ ഈ പെരുമാറ്റം കൂടി കണ്ടപ്പോൾ മനു ഒന്നും പറയാനും ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയെങ്കിലും അവളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് അവൻ കരുതിയത്. പക്ഷേ അന്നേരം അവൾ അമ്മയുടെ കൂടെ പോയി അമ്മയുടെ മുറിയിൽ കിടക്കുമെന്നുള്ളത് അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമായിരുന്നു. അല്ലെങ്കിൽ ഇന്നലെ കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ ഒരു കാര്യത്തിന് ചെറിയ രീതിയിലെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞേനെ. പക്ഷേ ഇതിപ്പോൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്ന രീതിയിലാണ് അവളുടെ പെരുമാറ്റവും രീതികളും. അമ്മു, ഞാൻ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതൊന്നുമല്ല. എൻ്റെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. അവൻ അങ്ങനെ പറയുന്നത് കേട്ടതും അവൾ അവനെ കണ്ണുകൾ ഉയർത്തിയൊന്ന് നോക്കി. കത്തുന്ന രീതിയിലുള്ള നോട്ടം. ആ നോട്ടത്തിൽ തന്നെ തെറ്റ് ചെയ്തവനെ പോലെ അവൻ കുറ്റബോധത്തോടെ തല താഴ്ത്തി. അതെ, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുമല്ലോ. അതുപോലെ എൻ്റെ അവസ്ഥയും ഒന്ന് ആലോചിച്ച് നോക്കണം. അവൻ ചോദിച്ചതിന് അതേ രീതിയിൽ തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് അവൾ പോകാനായി ബാഗ് എടുത്തു. മനു എത്രയൊക്കെ സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചിട്ടും അതിനൊന്നും യാതൊരു വിധത്തിലുള്ള അടുപ്പിക്കുന്ന രീതിയിലുള്ള മറുപടികൾ ആയിരുന്നില്ല അവളിൽ നിന്ന് അവന് ലഭിച്ചുകൊണ്ടിരുന്നത്. ചെയ്തത് തെറ്റായി പോയി എന്നുള്ള ബോധ്യം പൂർണ്ണമായിട്ടും ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടെങ്കിലും അതിനെന്തായാലും തിരുത്താൻ കഴിയുന്ന തെറ്റല്ല. പക്ഷേ ആ ഒരു തെറ്റ് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും മനു തയ്യാറാണ് എന്ന പോലെയാണിപ്പോൾ. അടുത്തതിനി എന്ത് ചെയ്യണം എന്ന ആലോചനയിൽ നിൽക്കുന്ന മനുവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ തൻ്റെ ബാഗും എടുത്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. ആ, ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. അമ്മാൾ ഡൈനിങ് ടേബിളിലേക്ക് വന്നിരുന്നപ്പോൾ തന്നെ അടുക്കളയിൽ നിന്ന് ഭക്ഷണമായി വന്നുകൊണ്ടിരുന്ന അമ്മ അവളോടായി പറഞ്ഞു. അതിനൊന്ന് ചിരിച്ചുകൊണ്ട് അവൾ അങ്ങോട്ടേക്കിരുന്നു. എനിക്ക് പാല് വേണ്ടമ്മേ. വേണ്ടാന്നോ? ആകെ കോലം കെട്ടാണിരിക്കുന്നത്. മര്യാദയ്ക്ക് കഴിക്കാൻ നോക്കിയോ? അമ്മയുടെ ഒരു പിണക്കത്തിൽ തന്നെ അമ്മാൾ പിന്നെയൊന്നും പറയാതെ ഒറ്റ വലിക്ക് പാല് മുഴുവൻ കുടിച്ചു. ഞാൻ പോവാണമ്മേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൻ അവിടെ നിന്നിട്ട് പോലും അവൾ അമ്മയോട് മാത്രമായി പറഞ്ഞ് കാറിൻ്റെ കീ എടുത്തിറങ്ങി. മനുവിന് അവളെ ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അവൾ അതിനെന്തായാലും സമ്മതിക്കില്ല എന്നറിയാം. അതുകൊണ്ട് അവൻ പിന്നെ അത് ചോദിക്കാൻ നിന്നില്ല. അവളെ യാത്രയാക്കി കഴിഞ്ഞ് അമ്മ തിരികെ അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഹാളിലെ സോഫയിൽ എന്തൊക്കെയോ ആലോചിച്ചെന്ന പോലെ ഇരിക്കുന്ന മനുവിനെയാണ്. എങ്കിലും ഒന്നും ചോദിക്കാതെ അവനെ ഒന്ന് നോക്കി അമ്മ മുറിയിലേക്ക് നടന്നു. ഏട്ടൻ വരുന്നില്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ണി മുകളിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് അവനോട് ചോദിച്ചു. അപ്പോഴാണ് മനു പെട്ടെന്ന് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചെത്തിയതുപോലെ അവനെ നോക്കിയത്. നോക്കുമ്പോൾ ഉണ്ണി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി കഴിഞ്ഞ് ബാഗൊക്കെ ആയിട്ടാണ് ഇറങ്ങി വരുന്നത്. മനു ഇതുവരെ കുളിച്ചിട്ട് കൂടിയില്ല. ആ, ഞാൻ റെഡിയാവാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിലും ഇങ്ങനെ ഇരിക്കാതെ വേഗം പോയി റെഡിയാവാൻ നോക്ക്. നീ പൊക്കോ, ഞാൻ വന്നേക്കാം. അതിന് ഏട്ടന് കാറില്ല, അത് അമ്മാൾ കൊണ്ടുപോയില്ലേ? ഞാൻ ഒരെണ്ണം വാങ്ങി വന്നോളാം. ഉണ്ണി ചോദിക്കുന്നതിനനുസരിച്ച് എന്തൊക്കെയോ ആലോചിച്ച് വേറെ ലോകത്തെന്ന പോലെയായിരുന്നു മനു മറുപടി പറഞ്ഞത്. അതുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞതും ഉണ്ണി ഇവനിത് എന്ത് പറ്റി എന്ന രീതിയിൽ മനുവിനെ നോക്കി. ഏട്ടാ, ഉണ്ണി ഒന്ന് ഉറക്കെ വിളിച്ചതും മനു അവനെ ഒന്ന് ഞെട്ടിക്കൊണ്ട് മുഖത്തേക്ക് നോക്കി. എന്തൊക്കെയായി പറയുന്നത്? കാറ് വാങ്ങി വരാനോ? എൻ്റെ കൂടെ വരാൻ നോക്ക്. നീ പോകാൻ നോക്കുണ്ണി, എനിക്കറിയാം എപ്പോൾ വരണമെന്ന്. മനു ഗൗരവത്തിൽ പറഞ്ഞതും ഉണ്ണി പിന്നെ ഒന്നും പറഞ്ഞില്ല. കാരണം അവൻ്റെ ശബ്ദത്തിൻ്റെ ടോൺ മാറിയത് ഉണ്ണിക്ക് മനസ്സിലായിരുന്നു. അത് മനസ്സിലായതും പിന്നെയും അവിടെ നിൽക്കാതെ ഉണ്ണി നേരെ വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഉണ്ണി പിന്നെ അവനെ വിളിക്കാൻ നിൽക്കാതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു. എല്ലാവരും പോയി കഴിഞ്ഞ് അമ്മയും മനുവും മാത്രമായി വീട്ടിൽ. അമ്മ ചെറുതായിട്ട് ഇപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പണിപ്പുരയിലാണ് ആളിപ്പോൾ. കൈകൊണ്ട് തുന്നാനൊക്കെ നന്നായിട്ട് അറിയാം. ഇപ്പോൾ മെഷീനിലിരുന്ന് സ്റ്റിച്ചിങ് പഠിക്കുവാണ്. അതുകൊണ്ട് ആളിപ്പോൾ കുറച്ച് ബിസിയാണ്. റൂമിൽ തന്നെ അതിനുള്ള സ്ഥലമൊക്കെ ആൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.